വെൽക്കം ബാക്ക് ടു ഓളും ഞാനും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നൊരു സൂപ്പർ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വരുന്നത്. എന്താണ് ഉണ്ടാക്കുന്നത്? കപ്പ ബിരിയാണി. നല്ല അടിപൊളി കപ്പ ബിരിയാണി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കപ്പയും പൂത്തും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടിപൊളിയായിട്ടൊരു ബിരിയാണി ഉണ്ടാക്കുന്നു വിചാരിക്കുന്നു. കപ്പ ബിരിയാണി. ആ കപ്പ ബിരിയാണി നിങ്ങളെയും കൂടി കാണിച്ച് കൊതിപ്പിക്കാനാണ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് അങ്ങനെ ഒന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് നമ്മളൊരു ബിരിയാണി, കപ്പ ബിരിയാണി ബ്ലോഗ് എല്ലാവർക്കും കാണാം. വീഡിയോയിലിട്ട് പോവാം. അപ്പം നമ്മുടെ കപ്പ ബിരിയാണിക്കുള്ള നമ്മുടെ എല്ലും, അതിന്റെ കൂടെ മീറ്റും ഉണ്ട്, നമ്മുടെ എല്ലും ഉണ്ട് കേട്ടോ. ഈ എല്ലും കൂടെ വന്നാലാണ് ആ കപ്പ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുക. അപ്പൊ നമ്മള് അതിന് മുന്നേ ആയിട്ട് കുറച്ച് മസാലകളൊക്കെ തേച്ച് നമ്മളിത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്ത് വെക്കും. എന്നാലേ ആ മസാലയൊക്കെ ഈ മീറ്റിലോട്ടൊക്കെ പിടിക്കുള്ളൂ. അപ്പൊ ഫസ്റ്റ് നമ്മള് ചേർക്കാൻ പോകുന്ന നമ്മുടെ മഞ്ഞൾപ്പൊടി. എന്താ നമ്മളെ കുറച്ച് ഇപ്പൊ നമ്മൾ കുറച്ച് നിന്ന് ഇടുന്നേ ഉള്ളൂ കേട്ടോ. പിന്നാണ് നമ്മുടെ മസാലക്കൂട്ടുകളൊക്കെ വരുന്നത്. ഇതെന്താണ്? ഇത് നമ്മുടെ മല്ലിപ്പൊടി. കുറച്ച് മല്ലിപ്പൊടി കുറച്ചുകൂടി ഇട്ടോ. ആ ഇരിക്കട്ടെ അല്ലേ? അല്ല ഞാൻ പിന്നെ ഇപ്പൊ ഒന്ന് നീറ്റിന് മാത്രമുള്ള മതിയല്ലോ എന്ന് ഓർത്തിട്ടാണ്. പിന്നെ നമ്മുടെ മുളക് പൊടിയാട്ടോ. കുറച്ച് ഇടണോ? അത്ര മതി. നല്ല എരിവുള്ള പൊടിയാ. എന്നാ വേണ്ട. അതുമല്ല നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ഇത് നല്ല എരിവുള്ള നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേ. അതെ. പിന്നെ നമ്മുടെ മീറ്റ് മസാല കേട്ടോ. മീറ്റ് മസാല കുറച്ച് മതിയല്ലോ. നമ്മൾ പരട്ടിയിട്ട് കുറച്ചു നേരം വെക്കണം അല്ലേ? അതെ. എന്താണ് മസാലയുടെ? ഇനി ഗരം മസാല. കുറച്ച് ഗരം മസാല കുറച്ച് മതി. ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് ചേർക്കാലോ. അപ്പൊ നമുക്ക് കുറച്ച് മതിയിടാം. ഇത് നമ്മുടെ പെപ്പർ പൗഡർ. കുറച്ച് പെപ്പർ പൗഡർ. ഓക്കെ അല്ലേ? പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടേക്കാം അല്ലേ? കറിവേപ്പിലയും കൂടി ഇട്ടോ. പോരെ? ഇച്ചിരി കൂടി ഇട്ടോ. കുറച്ചുകൂടെ അല്ലേ? അപ്പം എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒരു കണ്ടുകൂടെ. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ട്, എല്ലാ പൊടികളും അല്ലേ? ഇനി നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കും കേട്ടോ. നന്നായി കുഴച്ചെടുക്കണം. കുഴച്ച് എല്ലാം ഉള്ളതുകൊണ്ട് തട്ടണം. അത്യാവശ്യം നല്ല മീറ്റും ഉണ്ട്, എല്ലും ഉണ്ട്, നെയ്യുണ്ട്. ഇതെല്ലാം കൂടെ വന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ ഇതിനെ ഒന്ന് സുന്ദരനാക്കി എടുക്കണം. എന്നിട്ട് നമ്മളിത് ഒരു എത്ര നേരം വെക്കണം? കുറച്ചു നേരം വെച്ചാ പോരെ? ഓ, എന്തായാലും ഒരു 1 hour നമുക്ക് വെക്കാം. ഓ, 1 hour നമുക്ക് വെക്കാം. 1 hour അടങ്ങനെ ഇരിക്കും. ഇതിന് മുന്നേ വെച്ചിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലെ അമ്മ വെക്കും. ആ, ഞാന് ഒരു തവണ ഞാന് ഉജ്ജിലായിരുന്നപ്പം അവിടെ ഈ സാധനം കിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ചിക്കൻ വെച്ചിട്ട് ചെയ്തു. കപ്പ ബിരിയാണി വെച്ചു. നല്ലായിരുന്നു, ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മുടെ ഇതിന്റെ അത്ര വരില്ലല്ലോ. അമ്മ എപ്പോഴും ഉണ്ടാക്കി തരും. ഇത് എന്താണ്? ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇപ്പൊ ഉണ്ടല്ലോ കർണാടകയിലായോണ്ട് അത് ബീഫ് എന്ന് പറയാം. ഇതെന്ന് പറഞ്ഞു ശീലിച്ചു പോയതാണ്. ഇതാണ് നമ്മുടെ നല്ല സുന്ദരൻ ബീഫാട്ടോ. നല്ല അടിപൊളി ബീഫാണ്. ഇത് പുരട്ടി വെച്ചിട്ട് നമുക്ക് കപ്പ കപ്പ ഇനി നമുക്കൊന്ന് സെറ്റ് ആക്കി എടുക്കാം. അപ്പൊ ഇത് നമ്മൾ ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ. 1 മണിക്കൂറെങ്കിലും നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു. അപ്പൊ നമുക്കിനി കപ്പയിലോട്ട് പോവാം. ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല കപ്പ കേട്ടോ. നമുക്ക് ഈ കപ്പ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല കപ്പയാണോ എന്നുള്ളത്. നല്ല അടിപൊളി കപ്പയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്തിടും. പ്രത്യേക ഷേപ്പൊന്നും ഇല്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിടാം. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 2 കിലോളം ഉണ്ട് കേട്ടോ ഈ കപ്പ. നമ്മൾ ഈ കപ്പ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇടും കേട്ടോ. ഇതിനി ഏകദേശം തീരാറായി. കപ്പ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ഫുള്ള് ഇനി കുറച്ചു നേരം നന്നായിട്ട് വെള്ളത്തിലൊന്നിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കും. അതിനകത്ത് ഈ സെൻട്രലത്തെ ഈ വേരൊക്കെ എടുത്ത് മാറ്റി കളഞ്ഞിട്ട് ഇത് ഫുള്ള് കട്ട് ചെയ്ത് മാറ്റും. നമ്മുടെ കപ്പ ബിരിയാണിക്ക് വേണ്ട ഉള്ളി അരിഞ്ഞിവിടേയിരിക്കുന്നു. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു പണിയാണ് ഈ ഉള്ളി അരിയാൻ. അടുക്കള പണി ഇഷ്ടമല്ല.
രോഹിത് നല്ലപോലെ എന്തോ അരക്കുന്നുണ്ടല്ലോ വായിൽ. കുക്കിങ് ഇവിടെ അതെല്ലാം അടിച്ചു കപ്പ മൊത്തം അടിച്ചു കയറ്റുന്നുണ്ട്. ഇവിടെ വീട്ടിൽ അങ്ങനെയാ പോലോ, അതുകൊണ്ട് ഇവിടെ അങ്ങനെയാന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് ചക്ക കപ്പ എന്നൊക്കെ കിട്ടിയ തിന്നും. എനിക്ക് കുക്കിംഗ് ഒക്കെ ഇഷ്ടാട്ടോ. പക്ഷെ എനിക്ക് ആരെങ്കിലും ഇങ്ങനെ അരിഞ്ഞ് ഫുള്ള് സെറ്റ് ആക്കി തരികയാണെങ്കിൽ, അയ്യോ മേഡത്തിന് വേറെ കാര്യങ്ങൾ വേണമായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തു. കുഴി പിടിച്ച അതുകൊണ്ടാണ് അവള് അരിയുടെ കൊണ്ടിരുന്നത്. നമ്മളിപ്പോ ചെയ്തത് എന്തൊക്കെയാന്ന് വെച്ചാല്, ഇവിടെ കപ്പ കട്ട് ചെയ്തിട്ട് ഇവള് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ബീഫൊക്കെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതല്ല ഞാൻ ജിഞ്ചർ ഗാർലിക് ഇതാ അരച്ചുകൊണ്ടിരിക്കുന്ന. ഇനി നമുക്ക് ഉള്ളി അരിഞ്ഞിട്ട് ഇതിന്റെ മസാല റെഡിയാക്കണം. ഇത് കഴിഞ്ഞിട്ട് ഇവള് ഇത് ഇട്ടിട്ട് പോകുന്നത് ഞാൻ നോക്കാട്ടോ. നമുക്ക് അല്ല, ഇത് നമുക്ക് കപ്പ അല്ല ബീഫ് പുഴുങ്ങാം. ബീഫ് എടി ഈ ബീഫ് എടുത്തിട്ട് വേവിക്കാം. എന്നിട്ട് ഇതില് നമുക്ക് ഉള്ളി അരിഞ്ഞിട്ട് ഉള്ളി വഴറ്റാം. ആദ്യം കപ്പ എടുത്തിട്ട് അല്ല ഉള്ളിയല്ലേ ഫസ്റ്റ് ഇതിലിടണ്ടേ? കപ്പ ആദ്യം പുഴുങ്ങണം. ആ, അപ്പൊ ഉള്ളി വഴട്ടണ്ട. ഉള്ളി അരിഞ്ഞ് കഴിയണ്ടേ? അപ്പൊ ബീഫ് ഇടണല്ലേ? എന്നാ ജിബി പോയി ബീഫ് ഇടുന്നതാ. ഫ്രിഡ്ജിൽ പോയി എടുത്തോളാ. ഒന്ന് ഞാൻ ഇതിനകത്തോട്ട് ഇപ്പൊ എന്താ ഇടണ്ടേ? ഇത് മാറ്റി വെക്കടി. ഓ ശരി. പൊട്ടതെല്ലാം കൊണ്ടിട്ട് കുക്കിങ്ങിന് അറിയില്ല. അപ്പം അടുത്തതായിട്ട് ഞാൻ ഇവിടെ വീഡിയോഗ്രാഫർ ഉണ്ടായിരുന്നു. നമ്മള് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണോ ശരിക്കും നീ പറയാ അത് തന്നെ ചെയ്തു വെച്ചിട്ടുള്ള നമ്മുടെ നല്ല ബീഫ് നമ്മൾ കുക്കറിലോട്ടിടും. ഈ കുക്കറിലോട്ടിട്ടിട്ട് നമ്മൾ തെന്നി പോകുന്നുണ്ട്. നല്ല നല്ല എന്താ പറയണേ, അതുകൊണ്ടല്ല, ഇതിനകത്ത് നല്ല ഇതുണ്ട്, നെയ്യ് ഉള്ളതുകൊണ്ട് ആ പാത്രത്തിൽ നിന്ന് തെന്നി പോകുന്നു. ആരും പേടിക്കണ്ട, ആരും പേടിക്കണ്ട. ആ രണ്ട് കല്ലുകൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. അതിനുശേഷം ഒഴിക്കണം. അത്രയൊക്കെ വെള്ളം മതി. അതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. എന്നിട്ട് നമ്മൾ കുക്കറിന്റെ അടപ്പ് എവിടെയാടി? എല്ലാരും ശ്രദ്ധിക്കണം. ഇവിടുത്തെ കുക്കറിന്റെ അടപ്പ് കണ്ടിട്ടില്ല. കുക്കറിന്റെ അടപ്പ് അടയ്ക്കുക. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിലാണോ ഹൈ ഫ്ലെയിമിലാണോ? ഞാൻ സത്യത്തിൽ കത്തിച്ചിട്ടില്ല. ലോ ഫ്ലെയിമില് ഒരു ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ, നീ പൂടിയെന്ന് ആദ്യം ഹൈ ഫ്ലെയിമില്, അതിനുശേഷം ലോ ഫ്ലെയിമിൽ. ഇതിന്റെ കുക്കറിനകത്ത് പോയിരുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ 2 മണിക്കൂറായിട്ട് ഈ സവോള അരിഞ്ഞു തീർക്കാത്തതിന്റെ കാര്യം വീഡിയോ വരുമ്പോ മാത്രമാണ് ഇവൾ അരിയുന്നത്. ഒരിക്കലല്ല അല്ലാത്ത സമയം ഇവള് പോയി ഇരുന്ന് തിന്നുന്നു. ഇത് സവാളയോ അല്ല, മീൻ പൊരിച്ചത്. ഇവിടെ നമ്മള് ഇത് റെഡി ആയിട്ടുണ്ട്. കപ്പ ഇനി എവിടെ കപ്പ റെഡിയായി? കപ്പ ഇങ്ങനെ ഉദ്ദേശിച്ച് കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഈ കപ്പ നമ്മൾ ഒന്നും കൂടെ ഒന്ന് കഴുകിക്കോളൂ. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഇതാക്കി, അല്ല ആദ്യം സവോള ഇട്ടിട്ടാ മതി. എടി വീഡിയോ ഓണാ. ഏതെങ്കിലും ഇത് അത് ഓയിൽ വെക്കണം. ആ ശരിയാണല്ലോ. എന്താ ഓയിൽ ഒഴിക്കുന്നതിന് മുമ്പ് ഇതിട്ടാ കുഴപ്പം? കുഴപ്പമുണ്ട്. ഇത് കൈ മുറി. ഗൈസ്, ഞങ്ങളൊന്ന് വെറൈറ്റി ആയിട്ട് ഓയിൽ ഇടുന്നതിന് മുന്നെയാണ്. ഇവിടെ ആരെയും വീട് കണ്ടായിരിക്കും. ഇവിടെ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട്. ജിബി ഇത് തുറക്കാൻ പറ്റുന്നില്ല. ഈ ഇത് ചൂടായിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മള് വെളിച്ചെണ്ണ ഒഴിക്കണം. കാരണം നമ്മള് വെളിച്ചെണ്ണയിലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇഞ്ചി വെളുത്തുള്ളി ടേസ്റ്റ് അല്ല, ചതച്ചത്. ഇഞ്ചി വെളുത്തുള്ളി നമ്മള് വേറെ പാത്രം വേണ്ട. എത്ര സ്പൂണെന്ന് പറയണം? അങ്ങനെ എനിക്ക് സ്പൂണൊന്നും പറയാൻ അറിയില്ല. എനിക്കൊരു കണക്കാണ്. ശരി. ഒരു ഉള്ളി കണ്ടാൽ ആ ഉള്ളിക്ക് എത്ര വേണം, അതൊക്കെ നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് ചിലപ്പോ കൂടും. ഓക്കെ,
കറിവേപ്പില ഞാനിടും കൈ സ്വാഹ. കറിവേപ്പില ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് ഇതിന്റെ പച്ചമണം മാറുന്ന വരെ ഇതൊക്കെ എല്ലാവർക്കും അറിയാലോ. ഒന്ന് വഴറ്റുക, എന്നിട്ട് നമ്മൾ ഉള്ളി ഇടുന്നതായിരിക്കും. ഞാൻ കഷ്ടപ്പെട്ട് അരിഞ്ഞു വെച്ച ഉള്ളിയാണ് ഗൈസ്. അതെല്ലാരും കണ്ടിട്ടുണ്ടല്ലോ ആരാ അരിഞ്ഞെന്ന്. അരിഞ്ഞെന്റെ കൈ പോലും മുറിഞ്ഞിട്ടുണ്ട്. ശരി കേട്ടോ, കൈയൊക്കെ മുറിയുന്ന സ്വാഭാവികം. നമ്മുടെ അമ്മമാരൊക്കെ എന്തേലും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുമ്പോ കൈ മുറിയണേ. അതിന്റെ പരിശ്രമം ഒന്ന് മാറിക്കോട്ടെ. ഇതൊക്കെ എല്ലാത്തിനും ധൃതിയായിക്കൊണ്ടിരിക്കുകയാണോ. അപ്പൊ ആദ്യം വീഡിയോ എടുത്തോണ്ടിരുന്നത് നമ്മളെ അനുരാജിയായിരുന്നു. പക്ഷെ ഓന്റെ വീഡിയോ ശരിയില്ലാന്ന് പറഞ്ഞ് രോഹിത് ഓനെ അടിച്ച് പുറത്താക്കി. അത് കഴിഞ്ഞപ്പോ ജിബിൻ സാർ പറഞ്ഞു പൊട്ടിനെ അടിച്ചിറക്കുന്നതായിരിക്കും. അപ്പൊ നമ്മള് കാര്യത്തിലൂടെ ഇതിന്റെ പച്ചമണം മാറിയിട്ടുണ്ടെങ്കിൽ നമ്മള് നല്ല കുരുകുരാ അരിഞ്ഞു വെച്ച ഉള്ളി. വലിയ ഉള്ളി കേട്ടോ, ചെറിയ ഉള്ളി ഇവിടെ ഇല്ലാത്തോണ്ട്. അതാ മിഷന്റെ ഗുണം. അങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ചാൽ ശരിക്കും നിങ്ങൾക്ക് ഒരു നല്ലതാണ്. ഉള്ളി അരിയാൻ വളരെ നല്ല നൈസായിട്ട് നമുക്ക് അരിഞ്ഞു കിട്ടും. ഇതിന്റെ പച്ചമണം പോയോ? കുറെ നേരമായി പച്ചമണം പറയാനായിട്ട്. ആ ഒരു സ്മെല്ല് പച്ചമണം പോയിട്ടാണ് നമ്മളിത് നല്ല വെളിച്ചെണ്ണയുടെ സ്മെല്ല്. നാട്ടിലെ നല്ല കോക്കനട്ട് ഓയിലാണ്. നല്ല വാറ്റിയെടുത്ത മില്ലിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച കോക്കനട്ട് ഓയിൽ. ഉപ്പിടണോ? ഉപ്പ് ഉപ്പിട്ടാലാണ് വേഗം നമ്മുടെ വഴണ്ട് കിട്ടാൻ. അത് നമ്മൾ ഒരു ഇതെല്ലാ കുക്കിയുടെ ഇതിലൊക്കെ കണ്ടതാണ്. അതൊക്കെ കണ്ടിട്ട് എടാ മോനെ, കുക്കർ ഹൈ ഫ്ലെയിം ലോ ഫ്ലെയിം പറഞ്ഞോളൂ. കപ്പ നമ്മള് ഓപ്പൺ പാനിൽ വെച്ച് വേവിക്കുന്നതിന് സമയം എടുക്കുന്നുണ്ട്. നമ്മള് കുക്കറിൽ ഒരു വിസിൽ മതിയായിരിക്കും അല്ലേ? ഒരു വിസിൽ ധാരാളം. ഓക്കെ, ഇവിടെ നമ്മള് ഉള്ളി വയറ്റി പകുതിയില് കുറഞ്ഞല്ലേ. പിന്നെ നമ്മുടെ കുക്കറില് നമ്മുടെ ബീഫ് ഇവിടെ ഓൾറെഡി വേവിച്ച് 5-6 വിസിലടിപ്പിച്ചു കേട്ടോ. ഓക്കെ, ഇനി നമ്മള് കുക്കർ ഒരു ഒറ്റ വിസിലടിപ്പിക്കും. നമുക്ക് ടൈമില്ല. നമ്മള് ഇതിൽ പൊടി ഇട്ടോ എന്തെങ്കിലും? പൊടി ഒന്നും ഇട്ടിട്ടില്ല. ഓക്കെ, ഇത് നമ്മൾ നല്ല ബ്രൗൺ ഷെയ്ഡ് ആയിട്ട് വഴറ്റിയെടുക്കുന്നതാണ്. വഴറ്റിയെടുക്കണം. പൊടി ഇടുമ്പോ കാണിക്കാം. അത് വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോ ഇവിടെ ഇരുന്നിട്ട് കണ്ടോ സൊറ അടിക്കുന്നുണ്ടോ? തിന്നാനാവുമ്പോ വരുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്ന വൈറ്റ് പിന്നിട്ട് ആൾക്ക് സവോള അരിയാൻ പറഞ്ഞു. എന്റെ കണ്ണിൽ കൂടെ വെള്ളം വരുന്നു. ആള് റെസ്റ്റ് പൂച്ചക്കുട്ടീനെ ഉറക്കിക്കൊണ്ടിരിക്കുന്നു. എന്താ പൂച്ചക്കുട്ടിക്ക് ഉറക്കും? അത് ഒന്ന് രണ്ടെണ്ണം അത് അവിടെ ഇതാ വിശക്കണു എന്ന് പറഞ്ഞ് രണ്ടെണ്ണം വന്നുകൊണ്ടിരിക്കുന്നു. അല്ല, ഒരു എന്തൊക്കെ ഷേക്കാണ്? ഒന്ന് അവക്കാഡോ ഷേക്ക്, ഒന്ന് ഓറിയോ ഷേക്ക്, പിന്നെ നമ്മുടെ എന്താണ് ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് എല്ലാം അടിച്ചോണ്ട് എല്ലാം കഴിച്ചിട്ട് ഇവിടെ വന്നിട്ട് വിശക്കുന്നു എന്ന് പറഞ്ഞു നടക്കാം. ആ 2 വിത്തുകൾ അടുക്കള ഹെൽപ്പ് ചെയ്യാം. അതുമില്ല, അന്ന് മുറിച്ചിടണം. മേഡം ജി എന്തേലും ആയോ? അപ്പൊ നമ്മളേതാ എന്താണ് ഒരു വിധമൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് തീരെ ക്ഷമയില്ല ഗൈസ്. അല്ല, ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ മഞ്ഞൾപ്പൊടി ഇടും അല്ലേ? മഞ്ഞൾപ്പൊടി എന്നൊക്കെ പറയും നമ്മൾ. മഞ്ഞപ്പൊടി അതിലിട്ട് അങ്ങോട്ട് മുളക് പൊടി ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. കുറച്ച് എരിവ് നോക്കാം. കുരുമുളക് പൊടി ഇടുന്നുണ്ട്, കാരണം ഇതിൽ നല്ല എരിവുള്ളതാണ്. കുറച്ചും കൂടി ഇടാമായിരുന്നോ? നല്ല എരിവ് മോളെ. ആണോ? എന്നാ വേണ്ട, നോക്കാന്നേട്ടെ. ഇത് നമ്മുടെ മല്ലിപ്പൊടി, അത് നമുക്ക് കുറച്ച് ഇട്ടിട്ടുണ്ട്. ഒരു കണക്ക്, അതെ, ഒരു കൈക്കണക്ക്. അതെ. പിന്നെ നമ്മള് ഗരം മസാല പൊടി പോരട്ടെ. ഗരം മസാല പൊടി. ഓക്കെ, ഇനിയാണ് നമ്മളെ പെപ്പർ പൗഡർ. ഇതാണ് നമ്മുടെ എരിവിന്റെ താരം. മുളക് പൊടി കുറച്ചിട്ട് പെപ്പർ പൗഡറും ഗരം മസാലയും വേണം നമ്മുടെ മെയിൻ. ഗരം മസാല ഇട്ടോ? ഗരം മസാല ഇട്ടു. ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് ഇളക്കി അടി പിടിക്കാൻ പാടില്ല. അങ്ങനത്തെ പാത്രമാണ് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ബീഫ് ഇടൂലേ? ഇതൊന്ന് വഴണ്ടി വന്നിട്ട് നമുക്ക് ബീഫ് ഇടാം. നമ്മുടെ ബീഫ് നന്നായിട്ട് കറക്റ്റ് വേവാട്ടോ. എനിക്ക് ഇങ്ങനെ ഇതുണ്ടോ, നല്ല പീസായിട്ട് എടുക്കണം. എനിക്ക് ആ പീസ് ഇഷ്ടമല്ല, എനിക്ക് നല്ല ഉടഞ്ഞു കിട്ടണം. എനിക്ക് ഉടയുന്നതേ ഇഷ്ടമല്ല ബീഫിന് ടേസ്റ്റ് കിട്ടുന്നത്. എന്റെ ഒരു ഇഷ്ടം എന്ന് വെച്ചാൽ ഈ കപ്പയിൽ ഇതൊക്കെ നല്ല അലിഞ്ഞു ചേരണം. ഇടയ്ക്ക് വേണേ ഒരു ചെറിയ കഷ്ണമൊക്കെ കിട്ടാന്നല്ലാതെ ഇങ്ങനെ ഇത് കഴിക്കാൻ അധികം കിട്ടരുത്. എല്ലാം കൂടെ ഇപ്പൊ നമ്മള് ബീഫ് ഇട്ടിട്ടോ.
നല്ല എല്ലൊക്കെ ഇല്ല കേട്ടോ. കപ്പയിലാകുമ്പോ നമ്മൾ ഇച്ചിരി എല്ലൊക്കെ വേണം. അതുകൊണ്ട് ഇതാ നല്ല എല്ലും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കപ്പ വെന്തിട്ട് അല്ല ഇതൊന്ന് നല്ലോണം ഇതില് മസാലയൊക്കെ കൂടി ഒന്ന് പിടിക്കണ്ടേ. കപ്പ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മള് കപ്പ ഇടും. ബീഫ് നോക്കൂ കാണിച്ചേ, നല്ല ബീഫ് അതിന്റെ ആ ഓയിലൊക്കെ വന്നിട്ട് തെളിഞ്ഞു വന്ന് നല്ല വരണ്ട്. ഇപ്പഴത്തെ എന്തിട്ട് നമ്മുടെ കപ്പ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇടാം. ഇതിലേക്ക് ജോയിൻ ചെയ്യട്ടെ. കപ്പ നല്ല വെന്തില്ലേ? നമ്മള് കറക്റ്റ് ഒരു വിസിലേ അടുപ്പിച്ചുള്ളൂ. ഇതിൽ നിന്ന് നമ്മൾ കപ്പ കോരി ഇതിലേക്ക് ഇടുന്നു. നമുക്ക് ഒരു ദിവസം പാൽക്കപ്പ ഉണ്ടാക്കണം. പാൽക്കപ്പയും നല്ല ഏത് ഹോട്ടലിൽ നിന്നായിരുന്നു കഴിച്ചത്? നല്ല പാൽക്കപ്പയും എന്തായിരുന്നത്? നമ്മളെന്തോ മുന്തിരി പറിക്കാൻ പോയിട്ട് വന്ന വഴി നല്ല ഹോട്ടല് എൻ ഷെഫ് അല്ലേ? അടിപൊളിയായിരുന്നല്ലേ? പാൽക്കപ്പയും നല്ല മീൻകറി ഇങ്ങനെ പറ്റിച്ചെടുത്തു. ഇളക്കി നോക്കിയിട്ട് വേണമെങ്കിൽ കപ്പ ചേർത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കുറച്ചുകൂടി ഇടാം. അത്യാവശ്യം മീറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇളക്കിയുണ്ടല്ലേ. അപ്പൊ നമ്മുടെ കപ്പ വിശപ്പ് വരുന്നുണ്ട് എനിക്കിപ്പോ. കപ്പ ഇതിനകത്തോട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നശിച്ചു. അതെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് നേരം ഉള്ളതാണ് ആ പട്ടികളുടെ സൗണ്ട്. 10 അല്ലെന്ന് തോന്നല്ലേ? അതിൽ കൂടുതലുണ്ടെന്ന് തോന്നല്ലേ? ആ, ഓ ശരി ശരി. എനിക്ക് മുഴുവൻ ഉള്ളല്ലേ? അതെ. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ്. ഇത് നമ്മുടെ സ്പെഷ്യലായ എന്താണത്? തേങ്ങ വറുത്തിട്ട് അത് നമുക്ക് ഇതിലേക്ക് ഇടാം അല്ലേ? ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ വറുത്ത് വെച്ചാട്ടോ. പിന്നെ നമ്മള് കൂടെ നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഗരം മസാല ഉള്ളത് കുരുമുളക് പൊടി. ഇനി ഗരം മസാല. ഓക്കേ, ഇനി ഗരം മസാല. അന്നേരം നല്ല ഫ്ലേവറും കിട്ടും. പിന്നെ നമ്മുടെ സ്പെഷ്യൽ കറി. ഓ, കോക്കനട്ട് ഓയിൽ. അതൊക്കെ ഒഴിക്കുമ്പോഴാണ് അതിനകത്ത് ആ ഫ്ലേവർ എല്ലാം കൂടെ വരുന്നത് അല്ലേ? അപ്പോഴാണ് ആ ടേസ്റ്റ്. അന്ന് നമ്മള് പാൽക്കപ്പ കഴിച്ചപ്പം വെളിച്ചെണ്ണയുടെ ഫ്ലേവർ നന്നായിട്ട് വന്നില്ലേ? നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നല്ല കറിവേപ്പില. ഇനി അങ്ങോട്ട് മിക്സിക്കോ. ഇനി നന്നായിട്ട് ഇളക്കണം അല്ലേ? നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അല്ലേ? വാവ്, മണമൊക്കെ വരാൻ വരുന്നുണ്ട്. ആ വെളിച്ചെണ്ണയുടെയും അതിൻ്റെ ഒക്കെ അടിപൊളി മണം വരുന്നുണ്ട്. അതെ, വാവ്, വിശപ്പിന്റെ വിളി വരുന്ന പോലെ. ഇനി എനിക്ക് കൺട്രോൾ ഇല്ല. യം യം ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സെറ്റ് സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കഴിക്കാൻ പോകുന്നു. യം യം. നല്ല എനിക്ക് ഇങ്ങനെ ഉണ്ടല്ലോ ബീഫിന്റെ പീസൊക്കെ ഇങ്ങനെ. യെസ്, ആ സൈഡിൽ ഇങ്ങനെ കിട്ടണം. നമുക്ക് കപ്പ ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്റെ വായില് ഇങ്ങനെ കുറച്ച് ഇവിടെ മറ്റേ ഉള്ളി വിനാഗിരിയിൽ ഇട്ടിട്ട് എനിക്കിഷ്ടമാണ് കപ്പ ബിരിയാണിയുടെ കൂടെ. മറ്റേ നാരങ്ങാച്ചാറ് ഇഷ്ടമാണ്. അതിന്റെ കൂടെ സംസാരിക്കുമ്പോ ഞാനിത് അകത്താക്കട്ടെ. ബീഫിന്റെ ഒരു കഷ്ണം കൂടെ എടുത്ത്. എന്റെ ബീഫിന്റെ കഷ്ണം കൂടെ ഇവിടെ അതാണ് ഞാൻ എവിടെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുണ്ട് കേട്ടോ. എനിക്ക് നല്ലൊരു ബീഫിന്റെ കഷ്ണം സൂപ്പർ കേട്ടോ. വെറുതെ നമ്മൾ ഉണ്ടാക്കിയൊന്നും പുകഴ്ത്തുന്നതല്ല. നിറകിടുവോ? കറക്റ്റ്. നല്ല അടിപൊളി. വെളിച്ചെണ്ണയുടെ അതിന്റെയൊക്കെ ഫ്ലേവർ വെളിച്ചെണ്ണയുടെ സ്മെല്ല് നന്നായിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സിമ്പിളാണ്.
അല്ലെ എല്ലാരും എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. പിന്നെ നമ്മളൊന്ന് ഉണ്ടാക്കാന്ന് വെച്ചപ്പോ അതിന്റെ ഒരു വീഡിയോ എടുത്തു. നല്ല അടിപൊളിയായിരുന്നു. സൂപ്പറാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.